ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം ഈ ഈശോയുടെ നാമത്തിൽ നേരുകയാണ്. ഇന്നത്തെ നിൻ്റെ ജീവിതങ്ങളൊക്കെ ഈശോ ഏറ്റെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വരവിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ലൂക്കാസ് സുവിശേഷകൻ ആവർത്തിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്, അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് പറയുക. അത് ഇപ്രകാരമാണ്: വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് താൻ വളർന്ന സ്ഥലമായ നസ്രത്തിലെ സിനഗോഗി വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തിൽ ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യമുണ്ട്. ഈശോ പറയുന്നത് മുഴുവൻ തകർന്നവരെക്കുറിച്ചും തളർന്നവരെക്കുറിച്ചാണ്. അന്ധർക്ക് കാഴ്ച, ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. ഏതെങ്കിലും രീതിയിൽ തളർന്നു കിടക്കുന്നവരെ ഉയർത്തുവാനായിട്ടാണ് ഈശോ വന്നിരിക്കുന്നതെന്ന് പറയുക. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ ഈ വരവിൻ്റെ ഉദ്ദേശം വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം. നീ ഏതെങ്കിലും രീതിയിൽ തളർന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നിനക്ക് വില കുറഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ അടിമത്തത്തിലാണ് കഴിയുന്നത് തോന്നുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ നിരാശയൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ ഈശോയോട് ചേർന്ന് എനിക്ക് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ: നിന്നെ മാത്രം ലക്ഷ്യം വെച്ച ഈശോ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. നിനക്ക് ഈശോനെ അനുഭവിക്കാനുള്ള അവകാശം, അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിരാശയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഉയർച്ചയില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ, ഈശോയെ, ഈ വ്യക്തിക്ക് വേണ്ടി മാത്രമേ നീ വന്നതെന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നൽകണമേ. ഇന്നത്തെ ഈ ദിവസം തന്നെ നാമത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടാൻ ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാം തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും, നീ എൻ്റെ സർവ്വം.